ശരി സേഫ്, ഇനി നാളെ കൂടിയേ ഉള്ളൂ പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. ഇന്ന് ഒരുപക്ഷെ ഇന്ന് അതിൻ്റെ ഒരു ഏറ്റവും മൂർധന്യാവസ്ഥയിൽ പ്രചാരണത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുന്ന ഒരു സമയമായിരിക്കും. നാളത്തോടുകൂടി കൊട്ടിക്കലാശവും ഉണ്ടാകും. ഇന്ന് ആരൊക്കെയാണ് കളത്തിലുള്ളത്? പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരെല്ലാം തന്നെ പ്രചരണ രംഗത്തുണ്ട്. രാഹുൽ ഗാന്ധി 2 ജില്ലകളിൽ പര്യടനത്തിന് വേണ്ടി വരുന്നുണ്ട്. പാലക്കാടും തൃശ്ശൂരും അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഉണ്ട്. അമിത്ഷാ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 10:30 അദ്ദേഹം മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി തലസ്ഥാന നഗരിയിൽ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ നേതാക്കന്മാരെല്ലാം UDF-ന് വേണ്ടിയും അതുപോലെ തന്നെ BJP-ക്ക് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് LDF-ന്റെ ശ്രദ്ധാകേന്ദ്രമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തെരഞ്ഞെടുപ്പ് ഉടനീളം അങ്ങനെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി തന്നെയാണ് പ്രചരണം നയിച്ചത്. രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം 5ാം വർഷത്തിൽ 2ാം സർക്കാരിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാഷ്ട്രീയ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. അതിനുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അവസാനഘട്ട പ്രചരണത്തിലേക്ക് നോക്കുമ്പോൾ വയനാട്ടിൽ പിടിച്ചു തന്നെയാണ് ഇടതുമുന്നണി മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് പിരിച്ച പണം അത്രയേ ഉള്ളൂ എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇടത് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. 100 കോടിയോളം രൂപ കോൺഗ്രസ് പിരിച്ചുവെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ആരോപണമായി ഉന്നയിച്ചത്. അതേസമയം തന്നെ SDPI CPM ഡീൽ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് അവസാന ഘട്ടത്തിൽ CPM-നെതിരെ UDF പരസ്യപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ വൈകുന്നേരം വരെ പ്രചരണമുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കാര്യം ഓക്കെ സൈഫ്, ഇപ്പോൾ അമിത്ഷായുടെ റോഡ് ഷോ നടക്കുകയാണ് ആലപ്പുഴയിൽ. അവിടെ നിന്ന് ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, എന്തൊക്കെയാണ് അമിത്ഷായുടെ പരിപാടി? അമിത്ഷാ അല്പസമയത്തിനകം തന്നെ ഈ ഹരിപ്പാടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിപ്പാട് ഞാനിപ്പോൾ നിൽക്കുന്നത് ആശുപത്രി ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 300 മീറ്റർ കഴിഞ്ഞ് ഹരിപ്പാട് ടൗൺ ഹാളിന്റെ സമീപത്തേക്ക്, അതായത് BJP-യുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപത്തേക്കാണ് റോഡ് ഷോ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് വചസ്പതി, അതായത് ഹരിപ്പാട് മണ്ഡലം NDA-യുടെ സ്ഥാനാർത്ഥി സഞ്ജീവ് വചസ്പതിയൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അമിത്ഷാ ഇവിടെ എത്തും. ഏതായാലും അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെയാണ് ഒരു ഇലക്ഷൻ, എങ്ങനെയാണ് ഈ ഇലക്ഷനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? വളരെ ആവേശകരമായ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് ഹരിപ്പാട് സംബന്ധിച്ചിടത്തോളം. ഇന്ന് ബഹുമാനപ്പെട്ട അമിത്ഷാജി കൂടി വരുന്നതോടുകൂടി നമ്മൾ ഫുൾ സ്വിംഗിൽ ഹരിപ്പാട് വളരെ വലിയ ഒരു ആവേശത്തിലേക്ക് മാറും. തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി ഹരിപ്പാട് നിയോജകമണ്ഡലം ജയിക്കും. ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഹരിപ്പാട് നടത്തുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനകത്ത് CPIM കൂടെ അനുഗ്രഹിച്ചാൽ ത്രികോണ മത്സരമായിട്ട് മാറും എന്നേ എനിക്ക് പറയാറുള്ളൂ. കാരണം ഇടതുപക്ഷത്തിന്റെ അവര് കൃത്യമായി അവരുടെ വോട്ടുകൾ പിടിച്ചാൽ തീർച്ചയായും അവർ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ പറയുന്നത്. അത് തിരിച്ച് മറ്റു സ്ഥാനത്തേക്ക് കൊടുക്കുന്നതാണോ നിങ്ങൾ ആരോപിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ഇത് വർഷങ്ങളായിട്ടുള്ള ആരോപണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും മാധ്യമ വാർത്തകൾ നോക്കിയാൽ അറിയാം CPI-ക്കകത്ത് വലിയ പൊട്ടിത്തെറിയോ അഭിപ്രായവ്യത്യാസമൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തവണ അത് ഉണ്ടാവില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കുറഞ്ഞ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് കിട്ടിയത്. ഇനിയിപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വേണ്ടി. എല്ലാ മണ്ഡലത്തിലേക്കും അല്ലെങ്കിൽ എല്ലാ മേഖലയിലേക്കും എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട്? തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി സംബന്ധിച്ചൊരു സ്ഥാനാർത്ഥി ഞാനാണ്. ഈ മണ്ഡലത്തിലെ ഏകദേശം 50,000 60,000 ഇടയ്ക്കാണ് വീടുകളുള്ളത്. അതിൽ ഏകദേശം പകുതിയോടവും വീടുകളുടെ മുൻവശത്ത് ഞാൻ ചെന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസ് എനിക്ക് പറയാൻ സാധിക്കും. തീർച്ചയായും NDA തന്നെയാണ്. കാരണം ഇവിടെ BJP-യും കോൺഗ്രസും തമ്മിലാണ് മത്സരം. അപ്പോൾ അതിൻ്റെതായ മാറ്റം ഇവിടെ ഉണ്ടാവും. അദ്ദേഹം പറയുന്നത് BJP കോൺഗ്രസും തമ്മിലാണ് ഹരിപ്പാട് മത്സരം എന്ന് തന്നെയാണ്. ഏതായാലും അമിത്ഷാ അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ ഇവിടെ എത്തും. ഇതിനു ശേഷം റോഡ് ഷോ നടക്കും. പൊതുയോഗമോ മറ്റു പരിപാടികളോ ഒന്നുമില്ല. റോഡ് ഷോ മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്യും. ശരി, ഫൈസൽ അസീസാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അമിത്ഷായുടെ റോഡ് ഷോ നടക്കുകയാണ്.